ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനക്കോട്ടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടുത്തെ എൻട്രി ഫീസ് ചെറിയൊരു എമൗണ്ടാണ്. അപ്പോൾ മാമൻ ടിക്കറ്റ് മേടിക്കാൻ പോയിരിക്കണം ഞങ്ങൾക്ക് 5 ആൾക്കും. അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ ഒരു ചെക്കനും പെണ്ണും ഫോട്ടോഷൂട്ടിന് വേണ്ടി നിൽക്കണം. അപ്പോൾ പോലെ എൻ്റെ ഒരു ഓട്ടം അത് മസ്റ്റാണല്ലോ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഇവനെയാണ് നമ്മൾ കണ്ടത്. സുന്ദര കുട്ടപ്പനല്ലേ. പിന്നെ സെക്കൻഡ് വന്നത് ഇവൻ്റെ കൊമ്പ് നല്ല വലിയ കൊമ്പാട്ടോ. അങ്ങനെ ആട് കണക്കിരുന്നിട്ട് എന്നെ തുമ്പിക്കൈ ഉണ്ടാക്കണം കാണാൻ നല്ല സിലി ഗൈസ്. പിന്നെ ഇവനും പനോലെ എന്തോ ആ ഉണ്ട് പേരെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഓല പിടിച്ചിട്ടിരുന്ന് ആക്കുന്നുണ്ടായിരുന്നു. ഒരു ഡാൻസ് കളി അത്ര തന്നെ, വായയിലോട്ടാക്കുന്നില്ല എങ്കിലും അവനിരുന്ന് ആടും. പിന്നെ ഇവൻ കാക്കേനൊന്നും നിർത്താൻ പോലും സമ്മതിക്കില്ല. എന്താ ചെയ്യുക, കാക്കേനൊന്നും ഇഷ്ടമല്ല. പിന്നെ കണ്ട് ഇപ്പം എനങ്ങാണ്ടിക്കണ ഈ മുതലിനെ നിങ്ങൾ സൂം ചെയ്യുമ്പോഴായിരിക്കും കാണാം. എന്താ കുളിക്കുകയാണ്, നാണോ മാനോ ഇല്ല. ഓപ്പൺ അതിനൊന്ന് കുളിക്കണം അവൻ. പിന്നെ ഇവന്മാരൊക്കെ പ്രതിമയാണോന്ന് വരെ എനിക്ക് സംശയം അടിച്ചു പോയിട്ടുണ്ട് ഗൈസ്. കണ്ടുപോയിക്കും അങ്ങനത്തെ രീതിയിലായിരുന്നു ഇവൻ വന്നിരുന്നത് ഗൈസ്. കുറേ നേരം ഇവനെ ഞാൻ നോക്കിയിരുന്നു, പക്ഷെ ഒരു അനക്കമില്ല. പിന്നെ ഇവർക്കൊക്കെ മതപ്പാടിൻ്റെ സമയമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല. ഇവന്മാരൊക്കെ മതപ്പാടിൻ്റെ സമയമുണ്ട്, അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇവനാണ് മോനെ ഡാൻസ് പ്രോ മോനെ സെറ്റ്. ഇതും ഒരു മതപ്പാടിൻ്റെ ആനയാണ്, കണ്ട അത്ര അകലെയാണ്. എന്താ ചെയ്യാല്ലേ. പിന്നെ ഇവൻ ഒറ്റക്കൊമ്പനാണ്, വയസ്സായതിൻ്റെ ചെവി കണ്ടോ ഓട്ട. എനിക്ക് പാവം തോന്നി ഗൈസ്. പിന്നെ അതാ ഇവനെ വായ നോക്കി ഇന്ന് കുറേ നേരം. അപ്പോൾ അതെന്നെ കാണാൻ നല്ല എസ്തെറ്റിക് ലുക്കില്ലേ ഗൈസ്. എസ്തെറ്റിക് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവനും ഒരുമാതിരി എന്താ നമ്മൾ നോക്കാണ്ട് മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇവൻ മതപ്പാടിൻ്റെ ആനയാണ്. അവനും അവിടെ കിടന്ന് ആടുണ്ടായിരുന്നു. ഇവനും നന്നായിട്ട് ആടുണ്ടായിരുന്നു ഗൈസ്. ഇത് പൊന്നോലെ ആ സാധനം പിടിച്ചിട്ട് ആക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോകുമ്പോൾ ഇവനെയും കണ്ടു. പിന്നെ ഇതൊരു അമ്പലമാണ് ഗൈസ്, ഇതൊരു അമ്പലമാണ്. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഇവനെയും കണ്ടു. ഇവനും എല്ലാ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെ കാണാൻ നല്ല ചുന്ദര കുട്ടപ്പനല്ലേ ഗൈസ്, ചുന്ദരൻ. പിന്നെ കുറച്ചുകൂടി പോയപ്പോൾ നമ്മളൊരു ചെക്കനെയും പെണ്ണിനെയും കണ്ടു. ഫോട്ടോഷൂട്ടാണ് ഇവിടെ, ഫുൾ ഫോട്ടോഷൂട്ടാണല്ലോ. അപ്പോൾ ഇവിടെ കുളമുണ്ട്, കുളം. ഇത് ആനകൾക്കുള്ള ഭക്ഷണമാണ് ഗൈസ്. പിന്നെ അതാ വീണ്ടും പോയപ്പോരാന. പിന്നെ ഇതൊരു കോട്ട, പുന്നത്തൂർ കോട്ടയെന്ന് തോന്നുന്നു. പുന്നത്തൂർ കോട്ടയുടെ സൈഡാണിത്. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ അടുത്ത് കാര്യം വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവസാനം എൻ്റെ എന്താ നിങ്ങൾ കണ്ടോ കേട്ടോ, എന്താ ഒരു വരാണ്ട് കണ്ടോ കേട്ടോ, നിങ്ങൾ ഇപ്പം കാണാം. എന്താ കണ്ടോ. നമ്മൾ നടന്ന് ക്ഷീണിച്ചാൽ നമുക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാം. പുന്നത്തൂർ കോട്ടയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കയറിയിരിക്കാം. എന്നിട്ട് ഞാൻ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെയും ഇവിടെയും കുറേ വായ നോക്കിയിരുന്നു ആനേനെയും. പിന്നെ കാറ്റൊക്കെ അടിച്ച് വ്യൂ സെറ്റ് മോനെ, സെറ്റ് വ്യൂ ആണ്. പിന്നെ ഇതാണ് ഗൈസ് പുന്നത്തൂർ കോട്ട. ഇതിന് മുമ്പ് ഇവിടെ എൻട്രിണ്ടായിരുന്നു. മാമനും അമ്മായും ചേട്ടന്മാരൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ കയറിയിട്ടില്ല, ഞാൻ ജനിച്ചിട്ടില്ല. ഇത് പൊട്ടിപ്പൊളിയറിയാം, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നോ എൻട്രി ആയത്. അപ്പോൾ അതാ പോകുമ്പോൾ ഇവനെയും കണ്ട്, പിന്നെ പോകുമ്പോൾ ഒരു മാങ്ങയും കിട്ടി. അപ്പം അത്രയുള്ളൂ. ടാറ്റാ.